Hello, Assalamu alaikum. Welcome to Bakes and Curries. ഞങ്ങളുടെ നാട്ടിലൊക്കെ നോമ്പിൻ്റെ സമയത്തും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ പോലുള്ള സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ് കേട്ടോ തിക്കിടി. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, കാരണം ഇത് കുറച്ച് ടൈം എടുക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ തിക്കിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല ചൂടുവെള്ളത്തിൽ പൊടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം, വാട്ടിയിട്ട് കുഴച്ചെടുത്തിട്ട് വേണം നമ്മൾ തിക്കിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവ് 3.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. അത് ആ സെയിം 250 ml കപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി അളന്നെടുക്കുന്ന കപ്പിൽ തന്നെ വെള്ളവും എടുത്താൽ മതി. അപ്പോൾ പിന്നെ അളവ് കറക്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ പൊടി ഇതുപോലെ മേളിൽ കൂടി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ പൊടി നമ്മൾ ഇട്ട് കൊടുത്ത് ഉടനെ മിക്സ് ചെയ്യരുത്. ഏകദേശം 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം മിക്സ് ചെയ്യാൻ. അതായത് വെള്ളം പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഏകദേശം എത്തിയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് തുടങ്ങാൻ. പിന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങളെടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് ചിലപ്പം വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂട് മാറുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചൂടോടെ തന്നെ നല്ല മയത്തിൽ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മുഴുവൻ പൊടിയും ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ബോളാക്കണം. അത് കഴിഞ്ഞിട്ട് അത് ആ ബോൾ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതുപോലെ തന്നെ പരത്തി എടുക്കണം. അപ്പോൾ ഇതുപോലെ പരത്തി എടുക്കുമ്പോൾ ഒരുപാട് കട്ടി കൂടാൻ പാടില്ല, അതുപോലെ ഒത്തിരി തിന്നായിട്ടും ഇരിക്കരുത് കേട്ടോ. പിന്നെ ഈ പീസസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെ അരിപ്പൊടി ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. തിക്കിടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത് ഈ ഒരു ബോളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂമ്മും കൂടെ ഉണ്ടേ, അല്ലേ മുമ്മൂസേ? മോന് ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ. ഫുൾ ടൈം ഒന്നും ഇരിക്കാറില്ല കേട്ടോ. ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിൽ കുറച്ച് സമയമൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങാപ്പാലിൽ നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു 4 കപ്പ് തേങ്ങാപ്പാൽ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് 4 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പെരിഞ്ചീരകം നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചതാണ്. അപ്പോൾ അത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത ഉടനെ കളർ കുറവായിട്ട് തോന്നിയാലും തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കളറായിക്കോളൂ കേട്ടോ. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മേത്തേക്ക് തെറിക്കാതെ സൂക്ഷിച്ചോളണം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള പീസസ് എല്ലാം ഉടഞ്ഞു പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലുള്ള ഗ്രേവി എല്ലാം നന്നായിട്ട് തിക്കായി വരണം. അതിനോടൊപ്പം തന്നെ ഈ പീസസും കൂടെ വെന്ത് വരണം. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പാകം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ച് പോകാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് അരിപ്പൊടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അരിപ്പൊടിയാണ് ഗ്രേവിക്ക് തിക്നെസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്രേവി എല്ലാം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ ഞാൻ. അപ്പോൾ വായിലൊട്ടാതെ ഇരിക്കുകയാണെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ഗ്രേവി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ തിക്കിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് ഇതുപോലെ കുറുകി വേണം ഇരിക്കാൻ. പിന്നെ ഇത് ഇരിക്കുന്നതോറും കുറച്ചും കൂടെ തിക്കായി വരും കേട്ടോ. ഇനി ഒരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട്. നമ്മളിനി ഇത് താളിക്കാൻ പോവാണ്. അതിനുവേണ്ടി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ. ഇതിവിടെ ബാൽക്കണിയിൽ ഉണ്ടായതാണ്. ഉലുവയും ഉള്ളിയും കറിവേപ്പിലേക്ക് കൂടി താളിക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിക്കിടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. താളിച്ച് ചേർത്ത ഉള്ളിയെല്ലാം കൂടെ തിക്കിടിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാളും കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള തിക്കിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങളെല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.